ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പ്രധാന വിഷയങ്ങൾ താഴെ പറയുന്നതാണ്. ഓരോന്നും ഭക്തിയുടെ മഹത്വവും ആത്മവിശ്വാസത്തിന്റെ ശക്തിയും നമ്മെ പഠിപ്പിക്കുന്നവയാണ്. വിശപ്പിനെയും പരീക്ഷയെയും ജയിച്ച ശിവദാസൻ. ഗുരുഭക്തിയിൽ അമരനായ മേൽപ്പത്തൂർ. ഹൃദയഭക്തിയിൽ വിജയിച്ച പൂന്താനം. ദൈവത്തിനു പ്രിയം വ്യാകരണമോ ഭക്തിയോ? ശിവപുരാണത്തിന്റെ ദിവ്യതത്വങ്ങൾ. നമഃ ശിവായ. ആദ്യമായി മഹാദേവന്റെ ഒരു ഭക്തികഥയോടെ നമുക്ക് തുടങ്ങാം. ഒരു ചെറിയ ഗ്രാമത്തിൽ ശിവദാസൻ എന്ന ഭക്തൻ ജീവിച്ചിരുന്നു. അവൻ അതിയായ ഭക്തിയോടെ മഹാദേവനെ ആരാധിക്കുന്നവനായിരുന്നു. അവന്റെ ജീവിതം വളരെ ദാരിദ്ര്യപൂർണമായിരുന്നെങ്കിലും ദിവസവും പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് കൂവളത്തില് സമർപ്പിച്ച് ഓം നമഃ ശിവായ എന്ന് ജപിക്കാതെ ഒരു ദിവസവും അവൻ തുടങ്ങാറില്ലായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിൽ വലിയ വരൾച്ച ഉണ്ടായി. വയലുകൾ എല്ലാം തന്നെ ഉണങ്ങിത്തുടങ്ങി, കിണറുകൾ വറ്റി. ജനങ്ങൾ എല്ലാം വിഷമത്തിലായി. ശിവദാസനും ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെട്ടു. എന്നാൽ പോലും അവന്റെ ഭക്തി ഒട്ടും കുറഞ്ഞില്ല. എന്റെ മഹാദേവൻ എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് അവൻ മനസ്സിൽ കരുതി. ഒരു രാത്രി അതിയായ വിശപ്പോടെ ശിവദാസൻ ക്ഷേത്രത്തിൽ ഇരുന്നു പ്രാർത്ഥിച്ചു. പ്രഭോ, എനിക്ക് ധനം വേണ്ട, സുഖം വേണ്ട, എനിക്ക് നിന്നോടുള്ള ഭക്തി മാത്രം നിലനിൽക്കട്ടെ എന്ന് കണ്ണുനിറച്ചു പറഞ്ഞു. അപ്പോൾ ഒരു വൃദ്ധന്റെ രൂപത്തിൽ മഹാദേവൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വൃദ്ധൻ ചോദിച്ചു, മകനെ, നിനക്ക് ഇത്രയും കഷ്ടം തന്ന ദൈവത്തോട് ദേഷ്യം തോന്നുന്നില്ലേ? ശിവദാസൻ സ്മിതത്തോടെ മറുപടി നൽകി, എന്റെ മഹാദേവൻ എനിക്ക് ദോഷം ചെയ്യില്ല, അവൻ നൽകുന്നതെല്ലാം എന്റെ നന്മക്കായിരിക്കും. അവന്റെ അചഞ്ചലമായ വിശ്വാസം കണ്ട മഹാദേവൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദിവ്യപ്രകാശം പരന്നു. ശിവദാസാ, നിന്റെ ഭക്തി എന്നെ സന്തോഷിപ്പിച്ചു. നീ സമ്പത്ത് ചോദിച്ചില്ല, ഭക്തി മാത്രം ചോദിച്ചു. അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നു മഹാദേവൻ അനുഗ്രഹിച്ചു. അടുത്ത ദിവസം മുതൽ ഗ്രാമത്തിൽ മഴ പെയ്തു. വയലുകൾ വീണ്ടും പച്ചയായി. ശിവദാസന്റെ ജീവിതവും സമൃദ്ധമായി. എന്നാൽ അവൻ ഒരിക്കലും തന്റെ വിനയം നഷ്ടപ്പെടുത്താതെ പഴയപോലെ ഭക്തിയോടെ മഹാദേവനെ ആരാധിച്ചു. കഥയുടെ സന്ദേശം എന്തെന്നാൽ, പൂർണ്ണഭക്തി ദൈവത്തെ പ്രാപിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ്. വിശ്വാസവും വിനയവും ഉണ്ടെങ്കിൽ ദൈവകൃപ ഉറപ്പാണ്. നാരായണീയം പാരായണം ചെയ്യുന്നതിന്റെ പ്രസക്തി. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച മഹാപണ്ഡിതനായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. ബാല്യത്തിൽ തന്നെയവൻ വേദശാസ്ത്രങ്ങളിൽ പ്രാവീണ്യം നേടിയിരുന്നു. ഗുരുവായ അച്യുത പിഷാരടിയുടെ കീഴിൽ പഠിച്ച ഭട്ടതിരി ഗുരുവിനെ ദൈവസമാനനായി കരുതിയവൻ ആയിരുന്നു. ഒരു ദിവസം ഗുരുവിന് കഠിനമായ വാതരോഗം ബാധിച്ചു. ഗുരുവിന്റെ വേദന കാണാൻ കഴിയാതെ ഭട്ടതിരി ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന നടത്തി, ഞാൻ ഗുരുവിന്റെ ഈ രോഗം എനിക്ക് തരൂ ഭഗവാനെ, എന്റെ ഗുരുവിനെ രക്ഷിക്കണമേ. അദ്ഭുതമെന്നു പറയട്ടെ, ആ പ്രാർത്ഥന ഫലിച്ചു. ഗുരുവിന്റെ രോഗം കുറഞ്ഞു. പക്ഷേ അതേ രോഗം ഭട്ടതിരിയെ ബാധിച്ചു. ശരീരം മുഴുവൻ വേദന, നടക്കാനാകില്ല, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാകില്ല. എന്നാൽ അവന്റെ വിശ്വാസം തളർന്നില്ല. ഗുരു ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാൻ ഉപദേശിച്ചു. അങ്ങനെ വേദനയോടെ പ്രതീക്ഷയോടെ ഭട്ടതിരി ഉറച്ച വിശ്വാസത്തോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തി. ക്ഷേത്രമന്ദിരത്തിൽ കിടന്നുകൊണ്ട് ഭട്ടതിരി ഭഗവാനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, എന്റെ രോഗം മാറണമെന്നില്ല, എന്റെ ജീവിതം നിന്റെ മഹിമ പാടാനുള്ള ഒരു ഉപാധിയാകട്ടെ. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു തുടങ്ങിയ ദൈവസ്തുതികളാണ് പിന്നീട് മഹാഗ്രന്ഥമായ നാരായണീയം ആയി അറിയപ്പെട്ടത്. ദൈവാനുരാഗത്തിൽ മുങ്ങിയ മനസ്സുമായി വേദനയുള്ള ശരീരത്തോടെ പ്രതിദിനം ഒരു ദശകം വീതം അദ്ദേഹം രചിച്ചു. ആ രചനയിൽ ശ്ലോകങ്ങൾ പിറന്നു. ഭഗവാന്റെ അവതാരങ്ങളും ലീലകളും കവിതയായി ഒഴുകി. രചന മുന്നേറുന്തോറും അദ്ദേഹത്തിന്റെ വേദന കുറയുന്നതായി തോന്നി. എന്നാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം രോഗമുക്തിയല്ലായിരുന്നു, ദൈവസാക്ഷാത്കാരം ആയിരുന്നു. അങ്ങനെ 100-ാം ദശകം രചിച്ച ദിവസം എത്തി. ആ ദിവസം ക്ഷേത്രത്തിനകത്ത് ഒരു ദിവ്യശാന്തി നിറഞ്ഞിരുന്നു. ഭട്ടതിരി അവസാന ശ്ലോകങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ദിവ്യപ്രകാശം പരന്നു എന്ന് ഭക്തചരിത്രങ്ങൾ പറയുന്നു. ആ പ്രകാശത്തിനുള്ളിൽ ബാലകൃഷ്ണസ്വരൂപനായ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പീതാംബരം ധരിച്ച ദിവ്യരൂപം, മകരകുണ്ഡലങ്ങൾ, കമലനയനം, മന്ദഹാസം നിറഞ്ഞ ചുണ്ടുകൾ. സന്തോഷം കൊണ്ട് ഭട്ടതിരിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു, കൈകൾ വിറച്ചു. അദ്ദേഹം മൃദുവായി പ്രാർത്ഥിച്ചു, ഇനി എനിക്കൊന്നും വേണ്ട, നിന്റെ ദർശനം തന്നെയാണ് എന്റെ അനുഗ്രഹം. ആ ദിവ്യദർശനത്തിനു ശേഷം
അദ്ദേഹത്തിന്റെ വാതരോഗം പൂർണ്ണമായി മാറിയെന്നാണ് വിശ്വാസം. നാരായണീയത്തിന്റെ അവസാന ദശകങ്ങളിൽ ഭഗവാന്റെ രൂപസൗന്ദര്യം അതിവിശദമായി വരച്ചുകാട്ടുന്നത് ആ ദർശനാനുഭവത്തിന്റെ പ്രതിഫലനമാണെന്ന് ഭക്തർ കരുതുന്നു. അങ്ങനെ ഒരു ശിഷ്യന്റെ ഗുരുഭക്തി, ഒരു ഭക്തന്റെ ദൈവവിശ്വാസം, ഒരു കവിയുടെ സമർപ്പണം എല്ലാം ചേർന്ന് ആത്മീയ ചരിത്രത്തിൽ ഒരു മഹാഗാഥയായി മാറി. ഇനി പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയെപ്പറ്റി മനസ്സിലാക്കാം. പൂന്താനം വലിയ പണ്ഡിതനൊന്നുമായിരുന്നില്ല, പക്ഷേ വലിയ ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു. അദ്ദേഹം ഗുരുവായൂരപ്പനെക്കുറിച്ച് ഒരു കവിത എഴുതി. ആ പുസ്തകം കണ്ടപ്പോൾ പലരും അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ പുസ്തകത്തിൽ ധാരാളം അക്ഷരത്തെറ്റുകളും വ്യാകരണ തെറ്റുകളും ഉണ്ട്, അതുകൊണ്ട് നല്ല ഒരു പണ്ഡിതനെക്കൊണ്ട് തെറ്റുതിരുത്തിക്കണം. ആ കാലത്ത് വ്യാകരണം ശരിയായി നോക്കി തെറ്റില്ലാതെ എഴുതാൻ അറിയുന്നവർ വളരെ കുറവായിരുന്നു. പൂന്താനം കുറെ വയസ്സായ മനുഷ്യനായിരുന്നു. അദ്ദേഹം മേൽപ്പത്തൂരിനെക്കുറിച്ച് ഓർത്തു. അദ്ദേഹം ഗുരുവായൂർ അടുത്താണ് താമസിക്കുന്നത് എന്നറിയാവുന്ന പൂന്താനം താൻ എഴുതിയ കവിതയുമായി മേൽപ്പത്തൂരിനെ പോയി കണ്ടു. മേൽപ്പത്തൂർ ആദ്യം ചോദിച്ചത് കവിത സംസ്കൃതത്തിൽ ആണോ എന്നാണ്. തന്റെ സംസ്കൃത പാണ്ഡിത്യത്തിൽ അല്പം അഹങ്കരിച്ചിരുന്ന മേൽപ്പത്തൂർ മലയാളം ഒരു ഭാഷയല്ലെന്നും അതിൽ വ്യാകരണ പിശകുകൾ മാത്രമാണുള്ളതെന്നും പറഞ്ഞ് പൂന്താനത്തെ പരിഹസിച്ചു. മേൽപ്പത്തൂർ സൂചിപ്പിച്ചത്, ഞാൻ താഴ്ന്ന ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ ഒന്നും നോക്കാറില്ല. കാരണം എന്റെ നിലവാരം വളരെ ഉയർന്നതാണെന്നും മലയാളം പോലുള്ള ആർക്കും എഴുതാവുന്ന ഭാഷ നോക്കാനോ തിരുത്താനോ എനിക്ക് സമയമില്ല എന്നാണ് അഹങ്കാരം കൊണ്ട് മറുപടി പറഞ്ഞത്. എന്തായാലും കവിത തരൂ. കവിത നോക്കിയ ശേഷം പറഞ്ഞു, ഇത് മുഴുവൻ തെറ്റാണ്, തിരുത്തിയാലും ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണ് ഈ കവിത ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും. അവനവനെ കൊണ്ട് പറ്റാവുന്നതേ എഴുതാവൂ എന്നു പറഞ്ഞു കളിയാക്കിക്കൊണ്ട് തിരിച്ചു കൊടുത്തു. പൂന്താനത്തിന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. തന്റെ ഭഗവാനുവേണ്ടി ഒരു കവിത പോലും എഴുതാൻ തനിക്ക് സാധിച്ചില്ലല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു. പിന്നീട് നടന്നത് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്, എന്നിരുന്നാലും ഞാൻ ഇവിടെ അത് ഉദ്ധരിക്കുന്നു. തന്റെ വരികളിൽ തെറ്റുകളുണ്ടാകാം എന്നറിഞ്ഞ പൂന്താനം വല്ലാതെ വിഷമിച്ചു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു. തന്റെ ഭക്തിയിലാണോ അതോ അറിവിലാണോ കാര്യമെന്ന് അദ്ദേഹം വേദനയോടെ ചിന്തിച്ചു. അന്ന് രാത്രി മേൽപ്പത്തൂരിന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. മേൽപ്പത്തൂർ തന്റെ വിഖ്യാത കൃതിയായ നാരായണീയം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അശരീരി കേട്ടു. മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ്. ഈ വാക്കുകൾ കേട്ട മേൽപ്പത്തൂർ നടുങ്ങിപ്പോയി. അറിവിനേക്കാൾ വലുത് ഭക്തിയാണെന്നും ഭാഷയല്ല ഹൃദയശുദ്ധിയാണ് ഭഗവാൻ നോക്കുന്നതെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം പൂന്താനത്തെ ചെന്ന് കാണുകയും മാപ്പിരയ്ക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ജ്ഞാനപ്പാന വായിക്കുകയും അതിലെ ലാളിത്യത്തെയും ഭക്തിയെയും വാനോളം പുകഴ്ത്തുകയും ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു കഥയിലേക്ക് കടക്കാം. ഈ കഥ മിക്കവാറും ആരും കേൾക്കാൻ വഴിയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ ദയവു ചെയ്ത് കമന്റ് ചെയ്യണം. പൂസലാർ നായനാരും മനസ്സിനുള്ളിലെ ക്ഷേത്രവും. ഈ പേരിൽ നിന്നും തന്നെ മനസ്സിലാക്കാം ക്ഷേത്രം പണിതത് മനസ്സിലാണെന്ന്. പൂസലാർ ഒരു ദരിദ്രനായ ബ്രാഹ്മണനായിരുന്നു. മഹാദേവനോടുള്ള ഭക്തി കൊണ്ട് അദ്ദേഹത്തിന് ഒരു വലിയ ക്ഷേത്രം പണിയണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. എന്നാൽ അതിനുള്ള സാമ്പത്തിക സഹായം നൽകാൻ ആരും മുന്നോട്ടു വന്നില്ല. പണം കൊണ്ട് ക്ഷേത്രം പണിയാൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോൾ പൂസലാർ തന്റെ മനസ്സിനുള്ളിൽ ഒരു മഹാദേവ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. അദ്ദേഹം ധ്യാനത്തിലിരുന്ന് ഓരോ കല്ലും ഓരോ തൂണും മനസ്സുകൊണ്ട് നിർമ്മിച്ചു. വർഷങ്ങളെടുത്ത് അദ്ദേഹം ആ ധ്യാനത്തിലൂടെ ക്ഷേത്രനിർമ്മാണം പൂർത്തിയാക്കി. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്താനുള്ള ഒരു ശുഭമുഹൂർത്തവും അദ്ദേഹം മനസ്സിൽ നിശ്ചയിച്ചു. അതേസമയം തന്നെ കാഞ്ചീപുരത്തെ പല്ലവ രാജാവായ രാജസിംഹൻ വലിയ പണം ചിലവാക്കി കല്ലിൽ തീർത്ത മനോഹരമായ ഒരു ശിവക്ഷേത്രം പണിതു. ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകം നടത്താൻ രാജാവ് നിശ്ചയിച്ച അതേ ദിവസവും സമയവും തന്നെയാണ് പൂസലാർ തന്റെ മനസ്സിലെ ക്ഷേത്രത്തിനും നിശ്ചയിച്ചിരുന്നത്. കുംഭാഭിഷേകത്തിന്റെ തലേദിവസം മഹാദേവൻ രാജാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, രാജാവേ, നാളെ നിന്റെ ക്ഷേത്രത്തിൽ വരാൻ എനിക്ക് സാധിക്കില്ല. തിരുനിന്തവൂരിലെ എന്റെ മറ്റൊരു ഭക്തനായ പൂസലാർ പണിത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കായി എനിക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ നീ നിന്റെ ക്ഷേത്രത്തിലെ ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക. താൻ കോടികൾ ചിലവാക്കി പണിത ക്ഷേത്രത്തേക്കാൾ വലിയ ക്ഷേത്രം ആരാണ് അവിടെ പണിതതെന്ന് അറിയാൻ രാജാവ് ഉടനെ നിന്തവൂരിലേക്ക് തിരിച്ചു. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രമേ ആ നാട്ടിലില്ലെന്ന് ജനങ്ങൾ പറഞ്ഞു. ഒടുവിൽ രാജാവ് പൂസലാരെ കണ്ടെത്തി.
അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുകയായിരുന്നു. രാജാവ് കാര്യം പറഞ്ഞപ്പോൾ പൂസലാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രഭു, ഞാൻ പണിതത് കല്ലുകൊണ്ടുള്ള ക്ഷേത്രമല്ല, എന്റെ മനസ്സുകൊണ്ടുള്ള ക്ഷേത്രമാണ്. രാജാവ് പൂസലാറുടെ കാൽക്കൽ വീണു വണങ്ങി. പുറമെ കാണുന്ന ആഡംബരത്തേക്കാൾ ഭഗവാൻ പ്രസാദിക്കുന്നത് ഭക്തന്റെ ഹൃദയത്തിലെ സ്നേഹത്തിലാണെന്ന് രാജാവിനും ലോകത്തിനും അന്ന് മനസ്സിലായി. കഥയിലെ സമാനതകൾ. മേൽപ്പത്തൂർ രാജാവ് പാണ്ഡിത്യവും പണവും ഉപയോഗിച്ച് ഭഗവാനെ ആരാധിക്കാൻ ശ്രമിച്ചു. പൂന്താനം പൂസലാർ അറിവോ സമ്പത്തോ ഇല്ലാതെ കേവലം ഭക്തിയും സ്നേഹവും കൊണ്ട് ഭഗവാനെ സ്വന്തമാക്കി. ഓം നമഃശിവായ. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മഹാദേവ ഭക്തരെല്ലാരും ശിവപുരാണത്തിന്റെ ആദ്യത്തെ പേജ് കണ്ടിരുന്നു എന്ന് കരുതട്ടെ. ഇന്ന് നാം ശിവപുരാണത്തിന്റെ 2ാം പേജ് വായിക്കാൻ തുടങ്ങുന്നു. ഇതിൽ സൃഷ്ടിയുടെ തുടക്കം, ബ്രഹ്മാവിന്റെ രംഗപ്രവേശം, മഹാദേവന്റെ സൃഷ്ടിസംബന്ധമായ തത്വചിന്തകൾ എന്നിവ വിശദീകരിക്കുന്നു. പരമശിവൻ സൃഷ്ടി, സംരക്ഷണം, സംഹാരം എന്നീ 3 ശക്തികളുടെ ആധാരമായ നിത്യശക്തിയാണ്. അദ്ദേഹം രൂപരഹിതനായ പരബ്രഹ്മമായും ഭക്തർക്കായി സാക്ഷാത്കാരരൂപം സ്വീകരിക്കുന്ന ദൈവമായും കാണപ്പെടുന്നു. സകല സൃഷ്ടിയിലും അവന്റെ സാന്നിധ്യമുണ്ട്. ശിവപുരാണം വ്യക്തമാക്കുന്നതുപോലെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് പ്രവർത്തനരംഗത്ത് എത്തുന്നു. മഹാദേവന്റെ സദ്യോജാത ഭാവത്തിൽ നിന്നും ബ്രഹ്മാവിന് സൃഷ്ടി സജീവമാകാനുള്ള ശക്തി ലഭിക്കുന്നു. ഇതിനെപ്പറ്റി വളരെ രസകരമായ മറ്റൊരു വീഡിയോ പഞ്ചമുഖ മഹാദേവ പരമ്പരയിൽ ചെയ്യുന്നതാണ്. മഹാദേവന്റെ ലീലകളുടെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിയിലെ ക്രമവും ധർമ്മവും നിലനിൽക്കുന്നത്. പുരാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ രൂപീകരണത്തിലും ജീവിതത്തിന്റെ മുന്നേറ്റത്തിലും ശക്തി, ജ്ഞാനം, ക്രിയ, ഭക്തി എന്നീ മൂലതത്വങ്ങൾ പരസ്പരം പൂരകങ്ങളായാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. ഭക്തിയില്ലാത്ത ജ്ഞാനം ഹൃദയരഹിതമായ വരണ്ട ബുദ്ധിയാകാം. അതുപോലെ ജ്ഞാനമില്ലാത്ത ഭക്തി അന്ധവിശ്വാസത്തിലേക്ക് വഴിമാറാം. അതുകൊണ്ട് ഭക്തിയും ജ്ഞാനവും ഒരുമിച്ചാലേ ആത്മീയത പൂർണ്ണമാകൂ. ശക്തി പ്രവർത്തനത്തിന് പ്രചോദനമാകുന്നു, ജ്ഞാനം ദിശ കാണിക്കുന്നു, ക്രിയ അത് സാക്ഷാത്കരിക്കുന്നു, ഭക്തി അതിന് ആത്മീയ ഗാംഭീര്യം നൽകുന്നു. ഈ 4ന്റെയും ഏകീകരണത്തിലൂടെയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥവും സമത്വവും സന്തോഷവും തെളിയുന്നത്. ശിവപുരാണം നമ്മോട് പറയുന്നത് ശിവനെ ദൂരെയുള്ള ദൈവമായി കാണേണ്ടതില്ല. അവൻ ഓരോ ജീവിയുടെയും ഉള്ളിൽ സാക്ഷിയായാണ് വസിക്കുന്നത്. അവനെ മനസ്സിലാക്കുന്നതിലൂടെ സൃഷ്ടിയും ലയവും മനുഷ്യന്റെ ആത്മാവിൽ തന്നെ അനുഭവപ്പെടുന്നു. ഇങ്ങനെ ശിവപുരാണം നമ്മെ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അന്തർശുദ്ധി, വൈരാഗ്യം, ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് സൃഷ്ടിയുടെ തുടക്കം, ബ്രഹ്മാവിന്റെ പ്രവർത്തനം, ശിവതത്വത്തിലെ ഏകീകൃത ശക്തി. നാളെ ശിവപുരാണം ഡേ 3. ഭക്തി, സൃഷ്ടി, വിഷ്ണു, ശിവന്റെ സംരക്ഷണങ്ങൾ എന്നിവയുടെ വിശദീകരണം തുടരും. ഹര ഹര മഹാദേവ. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ വീഡിയോകളിൽ ശ്രദ്ധിച്ചു കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിച്ച് വിജയം നേടാൻ കഴിയും. കൂടാതെ തടസ്സങ്ങളെ എങ്ങനെ നേരിടാം എന്നും ചിന്തിക്കാം. ഈ ചാനൽ മഹാദേവ ഭക്തിയോടൊപ്പം ഭക്തനെ ആത്മീയമായും മാനസികമായും ശക്തിപ്പെടുത്തുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വെറുതെ കേൾക്കാൻ മാത്രം അല്ല, ചിന്തിക്കാനും പരിശ്രമിക്കാനും ആത്മവിശ്വാസം വളർത്താനും സഹായിക്കുന്ന ഒരു മാർഗമാണ്. മഹാദേവൻ പറയുന്നത് ഇതാണ്: സമയം തന്നെ ശത്രുവല്ല, നമ്മൾ അതിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് വിധിയെ രൂപപ്പെടുത്തുന്നത്. ഇവിടെയാണ് വാമദേവ മുഖത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതാണ്: ഗുളികകാലം പോലും നല്ലതാക്കി മാറ്റാൻ കഴിയും. സാധാരണയായി ഗുളികകാലം ഒരു മോശം സമയമായാണ് പറയപ്പെടുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് പിന്നീട് ആവർത്തിക്കപ്പെടുന്ന പ്രവണതകളായി മാറുന്നത്. ആ സമയം വെറുതെ ഇരിക്കുകയോ നെഗറ്റീവ് ചിന്തകളിൽ മുങ്ങുകയോ ചെയ്താൽ അവ തന്നെയാണ് കൂടുതൽ ശക്തമാകുന്നത്. പക്ഷേ അതേ സമയത്ത് പഠനം, ധ്യാനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ അവയും തന്നെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടും. വാമദേവൻ നല്ല പ്രവണതകളെ പോഷിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ സൗമ്യത, വളർച്ച, സ്ഥിരത എന്നിവ നൽകുന്ന മഹാദേവന്റെ മുഖമാണ്. അതുകൊണ്ടുതന്നെ ഗുളികകാലം പോലും വാമദേവന്റെ അനുഗ്രഹത്തോടെ നല്ലതിന്റെ തുടക്കമാക്കാൻ കഴിയുന്ന സമയമാണ്. പ്രേക്ഷകരുടെ സൗകര്യാർത്ഥം വിഷയാനുസൃതമായി യൂട്യൂബ് പ്ലേലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സമയം ലഭിക്കുമ്പോൾ അവ തീർച്ചയായും കാണുക.
ഈ വീഡിയോകൾ വെറും വിവരങ്ങൾ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ ഉയരുന്ന അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ആത്മീയ വഴികാട്ടികളാണ്. ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ സമയങ്ങളിൽ മനസ്സിനെ ഉറപ്പിക്കുന്ന ശക്തിയാണ് ഇവ. വിശ്വാസം തളരുമ്പോൾ ദൈവവിശ്വാസം വീണ്ടും ഉണർത്തി ഉറപ്പിക്കുന്ന ദീപശിഖയാണ് ഈ പരമ്പര. ഇത് ഒരു സാധാരണ കണ്ടന്റ് അല്ല. നമ്മുടെ ഉള്ളിലെ സംശയങ്ങളെ ശാന്തിയാക്കുന്ന ആത്മീയ സംഭാഷണമാണ്. കാണുക, ചിന്തിക്കുക, അനുഭവിക്കുക. നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകട്ടെ. നിങ്ങൾ ഇതുവരെ കാണാത്ത ആത്മീയ അനുഭവങ്ങളുമായി ഇനി ഈ ചാനൽ മുന്നോട്ടു പോകുന്നു. ഈ യാത്രയ്ക്ക് ശക്തിയും പ്രോത്സാഹനവും നൽകിയ ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഈ ശ്രമത്തിന്റെ പ്രാണൻ. ഈ പരിശുദ്ധ ദൗത്യത്തിന് ദിവ്യപ്രചോദനവും ആത്മീയ ശക്തിയും നൽകി എന്റെ ഹൃദയത്തിൽ എന്നും ഒരു ദീപം തെളിയിക്കുന്ന ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹത്തിനും എന്റെ ഹൃദയത്തിൽ നിന്നും ശതകോടി പ്രണാമം. ഇത് വെറും തുടക്കം. ഇനി വരാനിരിക്കുന്നത് ആഴത്തിലുള്ള സന്ദേശങ്ങൾ, ആത്മാവിനെ ഉണർത്തുന്ന അനുഭവങ്ങൾ, വിശ്വാസത്തെ അടിത്തറയിൽ നിന്ന് ശക്തിപ്പെടുത്തുന്ന കഥകൾ. ഭഗവാൻ ചിന്തിക്കുന്നത് ഭക്തന്റെ സന്തോഷത്തെ. മഹാദേവൻ ഭക്തനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. അവന്റെ സന്തോഷവും ദുഃഖവും ആശങ്കകളും മനസ്സിലാക്കുന്നു. ഭക്തനും മഹാദേവനും തമ്മിൽ പരസ്പരം ഒരു നല്ല ബന്ധം സൃഷ്ടിക്കപ്പെടുന്നു. ഈ ബന്ധം ജീവിതത്തെ നല്ല അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു. ജീവിതത്തിലെ ഓരോ നല്ല സമയവും മോശം സമയവും ഗുരുക്കന്മാരാണ്. പ്രത്യേകിച്ച് കഠിന സമയങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ് വരുന്നത്. അവയിൽ നിന്ന് പഠിച്ച് മഹാദേവനിൽ വിശ്വാസം നിലനിർത്തി ധൈര്യത്തോടെ ജീവിതത്തെ നേരിടുകയാണ് നമ്മുടെ ധർമ്മം. മഹാദേവൻ നമ്മളെ പരീക്ഷിക്കുന്നില്ല, നമ്മളെ ശക്തരാക്കുകയാണ്. മഹാദേവന്റെ മഹത്വം ഒരു ജന്മം കൊണ്ടുപോലും മുഴുവൻ പറയാനാവില്ല, അത്രയേറെ ആഴമുള്ളതാണ് ശിവതത്വത്തിന്റെ മഹിമ. ഈ വീഡിയോയുടെ അവസാനത്തിൽ യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി 15 മിനിറ്റ് ധ്യാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മനസ്സിന് പോസിറ്റീവ് എനർജി നൽകുകയും സമ്മർദ്ദം, ആശങ്ക, അമിതചിന്ത എന്നിവ കുറയ്ക്കാനും സഹായിക്കും. ആദ്യമായി ധ്യാനം ചെയ്യുന്നവർ 1 മിനിറ്റിൽ നിന്ന് തുടങ്ങുക. ആദ്യ ദിവസം 1 മിനിറ്റ്, അടുത്ത ദിവസം 2 മിനിറ്റ് എന്നിങ്ങനെ ക്രമമായി കൂട്ടാം. പ്രേക്ഷകർക്ക് സൗകര്യമാകാൻ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും സ്ക്രീനിൽ സമയം കാണിക്കും. ശരീരത്തിലെ എല്ലാ രക്തധമനികളിലും ഉണർവ് സൃഷ്ടിക്കുകയും ഹൃദയാരോഗ്യവും രക്തസമ്മർദ്ദവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നിയന്ത്രിതമായ ശ്വാസക്രമം ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശ്വാസതടസ്സം പോലുള്ള അസുഖങ്ങൾ കുറയാൻ സഹായകരമാകുകയും ചെയ്യുന്നു. ഈ ധ്യാനം ഉറക്കത്തിന്റെ ഗുണനിലവാരം ഉയർത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ പ്രാണവായുവിന്റെ പ്രവാഹം സജീവമാക്കുകയും ചെയ്യുന്നു. 10 സെക്കൻഡ് ഇടവേളയിൽ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 30 തവണ ജപിക്കുന്ന രീതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ മിനിറ്റിലും പുതിയ മിനിറ്റിന്റെ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഇത് മാനസിക സ്ഥിരതയും ആത്മീയ ശാന്തിയും ആന്തരിക സമതുലിതാവസ്ഥയും കൈവരിക്കാൻ സഹായിക്കുന്നു. ഇത് യോഗയിലെ ഒരു അടിസ്ഥാന പ്രാക്ടീസ് ആണ്. ഭക്തിയോടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും. മനസ്സ് ശാന്തമാകട്ടെ, ചിന്തകൾ നിലയ്ക്കട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു. യോഗ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് തുടരാം. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Namah Shivaya. Om Namah
शिवाय ॐ नमः 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 शिवाय ॐ नमः
ശിവായ. ഓം നമഃ 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 ശിവായ. ഓം നമഃ
ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.